ഹൽദി ഫങ്ഷനാണിത്. ജൂലൈയിൽ കുറേ ഡിലേ ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ബട്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ രീതിയിലാണ് ഹൽദിയൊക്കെ അറേഞ്ച് ചെയ്തത്. പെട്ടെന്നായിരുന്നു, നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്പോട്ടിൽ പെട്ടെന്ന് ഓക്കെ ദെൻ വിൽ ഡു ദാറ്റ്. നമ്മൾ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സമയമല്ലേ, അപ്പം ലെറ്റ്സ് എൻജോയ് എന്നുള്ളൊരു ആ ഒരു മൂഡിലങ്ങ് പെട്ടെന്നുണ്ടായതാണ് ഇതൊക്കെ. അല്ലാതെ പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് 2 days കൊണ്ട് ഓക്കെ നമുക്ക് ചെയ്യാം, ഇങ്ങനെ ആവുമെന്നറിയില്ല. ഓക്കെ ജസ്റ്റ് നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമായിട്ട് നമുക്ക് കൂടാം എന്നുള്ള രീതിയിലാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്കിതുപോലെ ഹൽദി ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മധുരം വെച്ച് തരുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ ഇതുണ്ടാവുമല്ലോ മഞ്ഞൾ, അത് ചന്ദനത്തിൻ്റെ ആ ഒരു സംഭവം, അത് നമ്മുടെ മീത്തിങ്ങനെ അതാക്കും. ഞാൻ എൻ്റെ ഫേസിലാക്കാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രം എൻജോയ് ചെയ്യുന്നതല്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം നമുക്ക് വി കുഡ് ഫീൽ ഇറ്റ്. ആ ഒരു ദിവസം എല്ലാവരും വളരെയധികം എനർജറ്റിക്കായി ആക്റ്റീവായി. അവർ സ്വയമായിട്ട് എന്താ പറയുക, വി വർ ഹാവിങ് ഫൺ. അപ്പോൾ ഫാമിലി മൊത്തമായിട്ട് ഈ ചോട്ടാപ്രികൾക്ക് വരെ ഹാപ്പി ആയിരുന്നു. ഈ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്, പുറത്താണ്. അപ്പോൾ അവരൊക്കെ കൂടി ചേരുന്നൊരു സമയം എന്നുള്ള രീതിയിൽ അവർക്കും നല്ല രസമായിരുന്നു. അവർ ഫുൾ ടൈം കളിച്ച് ഓടിച്ചാടി നടക്കുമായിരുന്നു. ആ ഒരു സമയത്ത് അവർ എല്ലാ രീതിയിലും അവർ എൻജോയ് ചെയ്തു, ഞങ്ങളും കൂട്ടത്തിൽ. എനിക്ക് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് വീഡിയോ ഇടാം യൂട്യൂബിലിടാം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഓരോരുത്തരെടുത്ത വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത് ഞാനിപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇത് നമ്മൾക്ക് പിന്നീട് കുറേ വർഷം കഴിഞ്ഞിട്ടായാലും തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷം തരുന്നൊരു മൊമെൻ്റ് അല്ലായിരുന്നോ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുകയാണിത്.
ഇയാളെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മുടെ എൻഗേജ്മെൻറ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റിയിട്ടില്ല, ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്, പുറത്താണ്. ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് എല്ലാവരും കൂടെ ഒന്ന് കൂടിച്ചേരുന്ന സമയം, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊന്ന് ഔട്ടിങ് പോവുക, മീറ്റപ്പൊക്കെ വെക്കാറുണ്ട്. പക്ഷേ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അവർക്ക് ആർക്കും നാട്ടിലെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലുണ്ടായിരുന്നവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഓരോ ദിവസമായിട്ട്. ഇപ്പോൾ ഹൽദീൻ്റെ ദിവസം എത്താൻ പറ്റാതെ അവർ നെക്സ്റ്റ് ഡേ എത്തി. അതുപോലെ മാരേജിന് വന്നു കുറേ ഫ്രണ്ട്സ്. അപ്പം എല്ലാവരും ബിസിയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷനിൽ ബിസിയാണല്ലോ. നമ്മുടെ വർക്കിംഗ് ഡേയ്സിലുമായിരുന്നു ഈ ഫംഗ്ഷനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. സോ ഐ മിസ് മൈ ഫ്രണ്ട്സ്. അവർക്കായാലും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മീറ്റപ്പൊക്കെ വെച്ചു, ഞങ്ങൾ മീറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വീഡിയോസ്. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. സോ അത് അപ്ലോഡ് ചെയ്തില്ല. സോ ഈ വീഡിയോ എൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എല്ലാ ഓർണമെൻറ്റ്സൊക്കെ